ഗുരുവിൻ്റെ പാദചരണങ്ങളിൽ പ്രണാമം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ 2-3 ദിവസങ്ങളിലായി ഗുരുമഹിമയെയും ഗുരുവിൻ്റെ ജീവിതത്തെയും ഗുരു പറഞ്ഞതിനെയും ഗുരുവിനെ കുറിച്ച് പറഞ്ഞവരെയും ഒക്കെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പോലും അറിയാതെ ഒരു ചിത്തസംസ്കരണ പ്രക്രിയ, ഒരു മനോവിശുദ്ധി, അകതാരിലെ മാലിന്യങ്ങളെല്ലാം നീങ്ങി നമ്മുടെ ഹൃദയം ഭഗവാനോടടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവ്യമുഹൂർത്തമാണിത്. കാരണം ജീവിതത്തിൽ എപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒരു സ്വസ്തി, എപ്പോഴാണ് നമുക്ക് ശരിയായിട്ടുള്ള ആനന്ദം ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ അറിവിൻ്റെ ചില വെളിച്ചങ്ങൾ നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് വന്ന് വീഴുമ്പോൾ മാത്രമാണ്. കുഞ്ഞു കുഞ്ഞ് സന്തോഷങ്ങളിലൂടെ, കുഞ്ഞു കുഞ്ഞ് ആഗ്രഹങ്ങളിലൂടെ, കുഞ്ഞു കുഞ്ഞ് ലക്ഷ്യങ്ങളിലൂടെയൊക്കെ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ ആ ചെറിയ താല്പര്യങ്ങളെക്കാൾ, ചെറിയ സന്തോഷങ്ങളെക്കാൾ, ചെറിയ ലക്ഷ്യങ്ങളെക്കാൾ അതീതമായിരിക്കുന്ന അറിവിൻ്റെ ഒരാനന്ദം എപ്പോഴാണോ നമ്മളെ വന്ന് തഴുകുന്നത്, അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നത്. അതുവരെയുള്ള ജീവിതം ഒരു പക്ഷേ ഒരു അർത്ഥപൂർണമായ ജീവിതമായി കൊള്ളണമെന്നില്ല. അപ്പോൾ നിരർത്ഥകമായിരിക്കുന്ന ഒരു പന്ഥാവിൽ നിന്ന് സാർത്ഥകമായിരിക്കുന്ന ഒരു വഴിത്താരയിലേക്ക് ഗുരു എന്ന പ്രതിഭാസം നമ്മുടെ ബോധമണ്ഡലത്തെ തെളിക്കുവാനും നയിക്കുവാനും തുടങ്ങിയതിൻ്റെ മുഹൂർത്തങ്ങളാണിതൊക്കെ. അറിവിലൂടെയുള്ള പ്രബുദ്ധത, ജ്ഞാനത്തിലൂടെയുള്ള സ്വാതന്ത്ര്യം, വകതിരിവിലൂടെയുള്ള മുക്തി നാരായണ ഗുരുദേവന് വലിയ ഇഷ്ടമായിരുന്നു. നമ്മൾ എങ്ങനെയുള്ള ആളുകളായി തീരണമെന്നാണ് ഗുരു ആഗ്രഹിച്ചത് എന്ന് ചോദിച്ചാൽ വകതിരിവുള്ള മനുഷ്യരായി തീരണമെന്ന ആഗ്രഹമാണ് ഗുരുവിനുണ്ടായിരുന്നത്. ഒരു തിരിച്ചറിവുള്ള മനുഷ്യനായിട്ട് കാര്യങ്ങളെയും കാര്യമല്ലാത്തതിനെയും, ധർമ്മത്തെയും അധർമ്മത്തെയും, നല്ലതിനെയും ചീത്തയെയും ഒക്കെ തരംതിരിച്ചു മനസ്സിലാക്കാനുള്ളൊരു വിവേകത്തിൻ്റെ പാതയാണ് നാരായണ ഗുരുദേവൻ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്നത്. ആ രജതപാതയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് എന്തെന്നില്ലാത്ത ഒരു ഉന്മേഷത്തിൻ്റെ തുടക്കമുണ്ടാകുന്നത്. അതുവരെ എന്തിനാണ് ഈ ജീവിതം? എല്ലാ ദിവസവും വെറുതെ എണീക്കുന്നു, വെറുതെ ജോലികൾ ചെയ്യുന്നു, വെറുതെ ഭക്ഷണം കഴിക്കുന്നു, വെറുതെ കിടന്നുറങ്ങുന്നു, ഇതിനപ്പുറത്ത് എന്ത് ജീവിതം എന്ന് ചോദിക്കുമ്പോഴാണ് ഗുരു കടന്നു വരുന്നതോട് കൂടിയിട്ട് ജീവിതത്തിൻ്റെ പുതിയ ഭാവുകത്വം, ജീവിതത്തിൻ്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ, പുതിയ അധ്യാത്മമായിരിക്കുന്ന കാഴ്ച, പുത്തൻ ഉള്ളുണർവ് ഒക്കെ നമ്മളിലേക്ക് വരുന്നത്. അവിടെ നമ്മൾ ഒരു കുഞ്ഞു കുട്ടിയെപ്പോലെ സന്തോഷമുള്ളവരാകും. ജീവിതത്തിൽ എല്ലാം നേടിയിട്ട് സന്തോഷിക്കാൻ ഒരു സമയമൊന്നുമില്ല. നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും പൂരിതമായിട്ട് സന്തോഷിക്കാം എന്നല്ല ഗുരു പഠിപ്പിച്ചത്. നീ എവിടെയാണ് നിൽക്കുന്നത്, നീ ഏത് സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്, അവിടെ നിന്നും നിനക്ക് സന്തോഷിക്കാം കുട്ടി. അല്പം ബോധമുണ്ടായാൽ മാത്രം മതി. അവബോധത്തിൻ്റെ പാതയിലേക്ക് നീ ഒന്ന് ഉണർന്നാൽ മതി. നിന്റെ ഏത് ജീവിത സാഹചര്യങ്ങളെയും, എത്ര ദുഃഖഭൂയിഷ്ടമായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെയും, എത്ര പ്രയാസങ്ങളും പ്രതിസന്ധികളുമുള്ള ജീവിത സാഹചര്യങ്ങളെയും അധ്യാത്മവിദ്യയുടെ, ബ്രഹ്മവിദ്യയുടെ, ഗുരു പറഞ്ഞു തന്ന വിദ്യയുടെ അറിവിനെ പിൻപറ്റിപ്പോയാൽ നിനക്ക് കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഗുരു നമുക്ക് തന്നത്. അത് 1-2 പേർക്ക് കൊടുത്ത വിശ്വാസമല്ല, ബഹുലക്ഷം ആളുകൾക്ക് നൽകിയ വിശ്വാസമാണ്. ഒരു ആത്മവിശ്വാസവുമില്ലാതെ, ഒരു തരത്തിലുള്ള പ്രതീക്ഷകളുമില്ലാതെ, എല്ലാ പ്രതീക്ഷകളും അറ്റ്
ഒരു മൂലയ്ക്ക് ഞാൻ എല്ലാവരാലും പരിത്യജിക്കപ്പെട്ടവനാണ്, ഞാൻ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവളാണ്, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, എന്നോട് വർത്തമാനം പറയാൻ ആരുമില്ല എന്നൊക്കെ പരിഭവിച്ചിരിക്കുമ്പോഴാണ് അതിനെയൊക്കെ ഉല്ലംഘിക്കുന്ന ഗുരുമധുരിമ നമ്മൾക്ക് വേണ്ടി ഗുരുവിൻ്റെ വാക്കുകളിലൂടെ ഗുരു പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ ജ്ഞാനപ്രകാശം, ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ആ ഗുരുവിനെ അങ്ങനെ തന്നെ അറിയണം എന്ന് ആചാര്യന്മാർ കൂടെ കൂടെ നമ്മളോട് പറയുന്നത്. ഒരു ഗുരുവിനെ അറിയേണ്ടത് അറിവിൻ്റെ രൂപത്തിലാണ്. ഒരു ഗുരു എങ്ങനെയാണ് നിലകൊള്ളുന്നത്? ഗുരു നിലകൊള്ളുന്നത് ജ്ഞാനമായിട്ട് തന്നെയാണ്. അപ്പോൾ അറിവിൻ്റെ അടുത്തേക്ക് ആരൊക്കെ നടന്നടുക്കുന്നുവോ, എപ്രകാരമാണോ ഒരു നല്ല നിറദീപത്തിനടുത്തേക്ക് ഒരു വ്യക്തി വന്ന് നിൽക്കുമ്പോൾ അവരുടെ മുഖകമലം വളരെ പ്രദീപ്തമായി തീരുന്നത്. രാത്രികാലങ്ങളിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരാൾ വന്ന് ആ വിളക്കിനരികിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ആ വിളക്കിൻ്റെ വട്ടത്തിലെ സുവർണ ശോഭയിൽ നമ്മളും ഒന്ന് തിളങ്ങും. വലിയ സൗന്ദര്യമുണ്ടായിട്ടല്ല, ആ വിളക്കിൻ്റെ ആ പ്രഭ നമുക്ക് കുറച്ച് ചൈതന്യം കടം തരും. ആ കടം തരുന്ന ചൈതന്യത്തിൽ നിന്ന് നമ്മളും ഒന്ന് വിളങ്ങും അല്ലേ? കാളിദാസൻ എന്ന് പറയുന്ന കവിക്ക് വലിയ ഒരു പുരസ്കാരം നേടിക്കൊടുത്ത ഒരു ശ്ലോകം അതായിരുന്നു. ഒരു രാജ്ഞിയുടെ, ഒരു രാജകുമാരിയുടെ സ്വയംവര പന്തലിൽ ആ രാജകുമാരി ഓരോ രാജാക്കന്മാരെയും കടന്നു പോകുന്ന ഒരവസ്ഥ കാളിദാസൻ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് രാജാക്കന്മാരിങ്ങനെ നിരന്നിരിക്കുകയാണ്. ഇപ്പം രാജകുമാരി സ്വയംവരമാണ്. ഇപ്പം സ്വയംവരമാകുമ്പോൾ രാജകുമാരിക്ക് ഇഷ്ടമുള്ള രാജകുമാരനെ തിരഞ്ഞെടുക്കാം. അപ്പം ഈ രാജകുമാരി ഈ വരണമാല്യവുമായിട്ട് ഓരോ രാജാവിൻ്റെ അടുത്തെത്തുമ്പോൾ കാളിദാസൻ പറയുകയാണ്, ഒരു സുവർണപ്രഭയിൽ നീരാടി നിൽക്കുന്ന വിളക്കിനടുത്ത് നിൽക്കുന്ന പോലെ ആ രാജാവിൻ്റെ മുഖം പ്രസന്നമായി എന്ന്. പക്ഷേ ആ രാജകുമാരി ആ രാജാവിനെ കടന്ന് അടുത്ത രാജാവിലേക്ക് പോകുമ്പോൾ ആ രാജാവ് അന്ധകാരത്തിലേക്ക് പോയ പോലത്തെ ഒരവസ്ഥയുണ്ടായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് പലപ്പോഴും ഇരുളിൽ ആണ്ടുകിടക്കുന്ന നമ്മളെ, അന്ധകാരത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾക്ക് ഗുരുവിൻ്റെ വെട്ടം, ഗുരുവിൻ്റെ പ്രഭ പുതിയ ഒരു ചൈതന്യത്തെ, പുതിയ ഒരു ഉള്ളുണർവിനെ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യുന്നതാണ് അതിൻ്റെ ശരി. രാവിലെ തന്നെ ഇവിടെ വന്നിരിക്കുക അല്ലേ? എന്നും ഉണ്ടാവില്ല അല്ലേ? 2 ദിവസം കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഈ പുഴ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നും ഒഴുകുന്ന പുഴ മാത്രം ഇവിടെ ഉണ്ടാവും. പുഴ ചോദിക്കും, ഇനി എന്നാ വരിക എന്ന് ചോദിക്കും. അപ്പോഴാണ് ഇനി അടുത്ത വർഷമാണ് വരിക. അപ്പോൾ 2-3 ദിവസമാണ് നമ്മൾ ഈ പുഴയുടെ തീരത്ത് നല്ല കുളിർകാറ്റേറ്റ് ഇങ്ങനെ ഇരിക്കുന്നത്. അതെന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ പരമാരാധ്യനായി നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന ഗുരുവിനെ കേൾക്കാനാണ്. ഗുരുവിനെ കേട്ടത് കൊണ്ട് എന്താണ് എന്ന് ചോദിച്ചാൽ ആ കേൾവി ഈ പറഞ്ഞ പോലെ കുറച്ച് ചൈതന്യത്തെ, ജീവിക്കുവാനുള്ള ഊർജത്തെ, ജീവിക്കുവാനുള്ള ഒരു പ്രത്യാശയെ കടം തരും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു കൂടിയിരിക്കലിൽ ഗുരുവിനെ അറിയുക എന്ന് പറയുമ്പോൾ നമ്മുടെ അകതാരിലേക്ക് തിരിഞ്ഞുള്ള ഒരു നോട്ടം എന്നതിനെ മനസ്സിലാക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വരുത്തി തീർക്കുന്ന പരിവർത്തനങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ വരുത്തി തീർക്കുന്ന മാറ്റങ്ങൾ ചില്ലറയല്ല. അതുകൊണ്ട് തന്നെ ഗുരുദേവനെ പഠിക്കാൻ തുടങ്ങുമ്പോൾ ആ ഗുരുദേവനെ പഠിക്കുന്നതിന് മുമ്പ് ഒരു നമ്മളുണ്ടായിരുന്നു. ഗുരുദേവനെ കേട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു നമ്മളുണ്ട്. അത് നമ്മൾ ഈ കാലവർഷം കണക്ക് കൂട്ടുന്നത് പോലെയാണ്. ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് പിമ്പും എന്ന് പറയുന്നത് പോലെയാണ് ഒരു സാധാരണ മനുഷ്യൻ ശ്രീനാരായണ ഗുരുദേവനെ അറിയുന്നതിന് മുമ്പും ശ്രീനാരായണ ഗുരുദേവനെ അറിഞ്ഞതിന് ശേഷവും അവൻ്റെ മാനസിക മനോവ്യാപാരങ്ങളെ, അവൻ്റെ ഗുണഘടനകളെ, അവൻ്റെ ചിന്താരീതികളെ, അവൻ്റെ മനോഭാവങ്ങളെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വലിയ തരത്തിലൊരു മാറ്റം അവരിൽ സംഭവിച്ചിരിക്കുന്നത് കാണാം. അതെന്താണ് എന്ന് ചോദിച്ചാൽ അത് ഗുരു നേരായിരിക്കുന്ന അറിവിൻ്റെ ഒരു വഴി നമുക്ക് കാട്ടിത്തന്നത് കൊണ്ടാണ്. ഗുരു അറിവിൻ്റെ പൊരുളാണ്. അത് നേരായിരിക്കുന്ന സത്യത്തിലേക്കുള്ള ഗുരുവിൻ്റെ മാർഗമായിരുന്നു. അതുകൊണ്ട് ആരൊക്കെ ഈ ഗുരുമാർഗത്തിലേക്ക് കടന്നു വരുന്നുവോ
അവിടെയൊക്കെ ഗുരു നമ്മളെ ഒരു കൊച്ചു കുഞ്ഞിനെ ഒരു കൈ പിടിച്ചുകൊണ്ട് ഒരച്ഛൻ നടക്കാൻ കൊണ്ടുപോകുന്നത് പോലെ നമ്മുടെ കൈ പിടിച്ച് ഗുരു നമ്മളെ ആവോളം നടത്തിക്കുന്നു, നടത്താൻ പഠിപ്പിക്കുന്നു. നടന്നു കഴിഞ്ഞാൽ അറിയാം പിന്നെ എങ്ങനെ ജീവിക്കണം, എങ്ങനെ നടക്കണം, എന്ത് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പിന്നീട് അറിയാൻ കഴിയും.